ഹായ് ഫ്രണ്ട്സ് ഡോറിട്ട് പോവാം. അങ്ങനെ ഹീറോയി ഫുഡ് കഴിച്ച് എല്ലാവരും പോയി ഉറങ്ങും. രാത്രി നന്നായിട്ട് ഉറങ്ങിയായിരുന്നു. രാവിലെയായി ഹീറോയി എണീച്ചു. ടയർഡായി. എല്ലാവരും റെഡിയായിട്ട് ഫുഡ് കഴിച്ചായിരുന്നു. ഹീറോയി പറഞ്ഞു, മോം ഞങ്ങൾ ബീച്ച് പോവാം. അത് ബീച്ച് സൈഡാണ്, ഹോട്ടലായിരുന്നു. ഹീറോയി പറഞ്ഞു, മോം ഞങ്ങൾ ബീച്ച് സൈഡ് പോവാം. ശരി, ഓക്കെ, ബീച്ച് സൈഡ് പോയിക്കോ, മോം ഡാഡിക്ക് ഒരു വിധിയുണ്ട് അങ്ങനെ പറഞ്ഞു. മോം പറ അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങിയിരുന്നു. ബീച്ച് എടുക്ക്. ഹീറോയി രണ്ട് ഫ്രണ്ട്സ് കൂടെ അർജുൻ എണിടാ എണി. അയ്യോ, പ്രിയ ആണോ? എടേ റോസ് എവിടെ? റോസ് റോസ് എവിടെ കീർത്തി? റോസ് അവള് ഉറങ്ങാടി. റോസ് എന്ന് എടി. എണിച്ചടി. എല്ലാം റെഡി ആയിട്ട് വാ. എന്തടി ഡ്രസ്സ് ഇത്? എങ്ങനെയാണ് എന്നെ കാണാൻ? ഈ ഫോട്ടോത്തിൽ കാണുന്ന അതേ ഡ്രസ്സാണ് ഇട്ട് വന്നത്. അച്ഛനൊന്നും പറയില്ല. ഇല്ലടി, ഇത് കൊറിയാണ്, ഇവിടെ എങ്ങനെ വേണം ഡ്രസ്സ് ഇടാം. ഡാഡ് പറഞ്ഞിട്ടുണ്ട്, പോവാം. അങ്ങനെ ഹീറോ ഡാഡി എങ്ങനെയായോ മോസിന് ഹീറോ ഡ്രസ്സ് ഇട്ടാൽ മോസിന് അച്ഛനൊന്നും പ്രശ്നമില്ല. ഹീറോയി പറഞ്ഞു. അത് കേട്ട് റോസ് ഓക്കെ എല്ലാം റെഡി ആയിട്ട് വന്നു. അവർ ഡ്രസ്സ് ഇട്ട് വന്നു. അവർ അച്ഛൻ നോക്കി കണ്ടകാതെ പോയി. റോസി എന്താ വെച്ചാ മുഖത്തി അർജുൻ ഇവർ മൂന്നാളെ നീ നോക്കണം. ഹീറോയിൻ ഡാഡി വന്ന് പറഞ്ഞു. പിന്നെ റോസിൻ്റെ കീർത്തിയുടെ ഡാഡി പറഞ്ഞിട്ട് പോയി. ശരി ശരി ശരിയാവും അർജുൻ. എൻ്റെ ഡാഡി ഇവരെ നോക്കിക്കോളണം, മനസ്സിലായോ? ഓക്കെ ഡാഡി. അങ്ങനെ പോയിട്ട് അങ്ങനെ ഒരു ബീച്ച് സൈഡ് പോയി. അർജുൻ ഷോർട്ട് പാറ്റിട്ടായിരുന്നു. 3 പേരായിരുന്നു. അതെ, 4 പേര് പാർക്ക് അവിടേക്ക് വന്നു. അങ്ങനെയായിട്ട് ഹീറോ ജോലിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. എടാ നമുക്ക് ഐസ്ക്രീം കേൾക്കാം. അവിടെ ഇരുന്നായിരുന്നു. അതിനായിട്ട് ഇപ്പോൾ പി.ടി.എസ് കാണാം. പി.ടി.എസ് മെമ്പർ പറയാം, എടാ നമ്മൾ ഈ പ്ലേസ് പോകുന്നത് ശരിയാണ്. അവർ ഇങ്ങനെ ഹോട്ടൽ മുകളിൽ നിന്ന് സംസാരിക്കുമായിരുന്നു. ഹോട്ടലിൽ മുകളിൽ നിന്ന്. എന്താടാ പ്രശ്നം? ഒന്നില്ലടാ, ബേബീസിന് എന്ത് ചെയ്യാൻ അറിയില്ലടാ. ഞാൻ ആറാം പറഞ്ഞു. എടാ ബേബീസിനെന്ന് പറഞ്ഞ് ഒന്നും മനസ്സിലാക്കില്ലടാ. നമ്മളെ ബേബീസ് നോക്കണം. പ്രശ്നങ്ങൾ സീക്രട്ട് ചെയ്യണം. അല്ലാതെ നമ്മളെതിരി നിറയെ പ്രശ്നം ശരിടാ. ഞങ്ങൾ ആരൊന്നും തിരിച്ചറിയാൻ പാടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ കുട്ടീനെ നന്നായിട്ട് നോക്കും. അങ്ങനെയായിട്ട് പി.ടി.എസ് മെമ്പർ പറയായിരുന്നു. അവർക്ക് 7 പേർക്ക് മാരേജായി. അതുമാത്രമല്ല സീക്രട്ട് മാഫിയാണ്. അവർക്ക് ബേബീസ് ഉണ്ട്. 7 പേർക്ക് 7 ബോയ്സ് ബേബീസ് ഉണ്ട്. അതെ, 7 പേർക്ക് വൈഫ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അവർ ലവ് ചെയ്ത് മാരേജ് കഴിച്ചതായിരുന്നു. അവരുടെ വൈഫ് മാഫിയ കുഞ്ഞായിരുന്നു. പിന്നെ എല്ലാ എതിരുള്ള ശക്തി ഇങ്ങനെ തല്ലി ഫൈറ്റ് ചെയ്തതിൽ ബോംബ് ഇങ്ങനെ ടെറസ് പിള്ളേന്മാർക്ക് കൊന്നതായിരുന്നു. അതുകൊണ്ട് അവരുടെ കുട്ടികൾ മാത്രമുള്ളത്. വൈഫ് പോയായിരുന്നു. ഇപ്പോൾ അവരാണ് മാഫിയ കിങ്സ്. അങ്ങനെ ആർക്കും സീക്രട്ട് മാഫിയാണ്. അങ്ങനെയായിട്ട് ഇരുന്ന് സംസാരിച്ചായിരുന്നു. എന്താടാ ചെയ്യുക, വേറെ വഴിയില്ല. അതെ സാരമില്ലടാ, വിഷമിക്കേണ്ട. ആറും സമാധാനമാക്കാൻ തുടങ്ങി. ജിന്നിക്ക് ആറും സമാധാനം. മാഫിയ കിങ്സാണ്. അത് സീക്രട്ടായിരുന്നു. അതുകൊണ്ട് അവർ പറയാൻ തുടങ്ങി, എന്താടാ വിഷമിക്കണ്ടടാ, നമ്മളെ കുട്ടികളുടെ എന്ത് ചെയ്യടാ, ചെറിയ കുട്ടികളാണ്. ജിൻ വിഷമിച്ചു. സമാധാനമാക്കി. ആറാം പറഞ്ഞു, ശരിടാ ജിൻ സമാധാനമായിരിക്കും. അങ്ങനെ വന്നു. ജിമ്മിന് യഥാർത്ഥം ഇങ്ങനെ വന്ന് ജനലിൽ നോക്കും. ജിമ്മിനൊക്കെ ഷാക്ക്. എന്താണ് ഇവിടെ 3 ഗേൾസ് ഒരു പയ്യനോട് കളിക്കുന്നതാണോ? നീ വന്ന് എന്തോ ജിമ്മിൻ അവിടെ നോക്കടാ. ഞാൻ നോക്കും. എന്താ അവിടെ നോക്കടാ. എന്താ ശരി, ആ ഗേൾ ക്യൂട്ടായിട്ടുണ്ടല്ലേ? ജിമ്മിൻ നീ പറയാൻ തുടങ്ങി. അതുകൊണ്ട് ജിമ്മിൻ പറഞ്ഞു നീ പറയാൻ തുടങ്ങി. ജങ്ക കേട്ടു. ആരാ ഗേൾ ക്യൂട്ട്? അതാ അവിടെ കളർ ഡ്രസ്സ് ഇട്ടുള്ള ഗ്ലൂസ് വെച്ച് കളർ ഡ്രസ്സ് പറഞ്ഞു. അത് ജങ്കൊക്കെ നോക്കി. ജങ്കൊക്കെ ഫ്ലാറ്റായി. വാ, ക്യൂട്ടായിട്ടുള്ള ഗേള്. ആരാ ഗേള് അറിയോ? ജങ്കൊക്കെ പറയാൻ തുടങ്ങി. ശരി, നമുക്ക് നോക്കാം. ജങ്കൊക്കെ മനസ്സിലിരിക്കാം. ഒരിക്കലൊന്ന് നന്നായിട്ടുണ്ട് ഗോള്. ഒരു വേള ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ജങ്കൊക്കെ മനസ്സിൽ ഒരിക്കൽ ടേസ്റ്റ് ചെയ്യണം. നമുക്ക് കഴിക്കാറിയാം. അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്തെങ്കിലും ക്ഷമ ഇരിക്കാൻ തുടങ്ങിയായിരുന്നു. ജങ്കൊക്കെ അറിയില്ല ഗേൾ. അതുകൊണ്ട് ഒരു വേള അങ്ങനെ ഉണ്ട് ട്രൈ ചെയ്യാമെന്ന് ഞങ്ങൾക്ക് തിരിച്ചു. മാത്രം ഹീറോയും വെർജനാണ്. അതും എനിക്കറിയില്ല. ഹീറോ ജോലി എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൊണ്ട് ഞങ്ങൾക്ക് ഞാൻ പോയിട്ട് വരാം. വേണ്ടടാ, അറിഞ്ഞ പ്രശ്നമോടാ, ആർമിസ് വരും. ഇല്ലടാ എന്ന് പറഞ്ഞു. ഹീറോ ജോലിയായിട്ട് എൻജോയ് ചെയ്ത് തുടങ്ങിയായിരുന്നു. ഹീറോ ഇങ്ങനെ റോസ് യഥാർത്ഥം നോക്കി. ഒരാളിങ്ങനെ നോക്കുന്നല്ലോ. ഇത് കാണാൻ ജങ്കുക്ക് മതിയുണ്ട്. അങ്ങനെ റോസി വന്ന് പറയാൻ തുടങ്ങി. മച്ചി പ്രിയ,
ഇങ്ങോട്ട് വാ, അങ്ങനെ വാ എന്നെ വിളിച്ചോണ്ട് പോകാൻ തുടങ്ങി. കീർത്തി എന്തടി അങ്ങോട്ട് നോക്കടി ഫോണിൽ നിന്ന്. ഓക്കെടി. അങ്ങനെ ഹീറോയിനോട് പറഞ്ഞു പ്രിയ ജങ്കുക്കുനെ നോക്കി. എന്ത് നോക്കാം? ചങ്കുക്കുനെ കണ്ടു. അതുമാത്രമല്ല അവൻ നിന്നെ ഒന്ന് ശ്രദ്ധിച്ചോണ്ട് കുറേ നേരം നിന്ന് നോക്കാം. നീ ഒന്ന് കണ്ടുക്കാതിരിക്കാൻ നിൽക്കുന്നുള്ളത്. അതടി മച്ചി, നമുക്ക് അവരെ പിടിക്കും. ഒരു ക്രഷ് മതി. അവർക്ക് ഓൾറെഡി മാരേജ് ആയിട്ട് ന്യൂസ് അറിയൂ. അതുമാത്രമല്ല അവരെക്കുറിച്ച് ഞാൻ ഒരു ക്രഷ് മാതിരി നിൽക്ക്, അത്രയാണുള്ളത് എന്ന് ഹീറോയി പറഞ്ഞു. ശരിടി, അവനെന്നെ ശ്രദ്ധിക്കാം. നീ ഒന്ന് കണ്ടുകാതിരിക്കും. നമ്മളതുപോലെ ചെയ്യാം. കീർത്തി വന്ന് ചോദിച്ചു. കീർത്തിനോട് നടന്ന കാര്യം പറഞ്ഞു റോസി. ഇതാണോ? ശരി അർജുൻ വന്ന് അർജുനോട് പറഞ്ഞു. അർജുൻ, ഞാൻ പറഞ്ഞു മതിച്ചിടാ. ശരി ഓക്കെ. അങ്ങനെയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട്. അർജുന് ഹീറോയി ഐസ്ക്രീം കഴിക്കായിരുന്നു. അതിനെ വേണമെന്ന് കൈറ്റി പറ്റിയെടുത്തു. ഹീറോയിൻ കഴിച്ച ഐസ്ക്രീമിന് അർജുൻ കഴിച്ചു. ഇത് ജങ്കുക്ക് നോക്കി. ജങ്കുക്ക് വീണ്ടും കുറച്ച് ടെൻഷനായി. കുറച്ച് ഒരു കൈ പിടിച്ച് നിൽക്കാൻ അവിടെ ഉള്ള ഒരു മെട്രിക്ക് കുത്തി ഇതുപോലെ പോയി. ഇത് കീർത്തി നോക്കി. റോസി നടന്ന കാര്യം പറഞ്ഞു. ഇതാണോ കാര്യം? ഇവൻ എത്ര ഇത് ചെയ്യുന്നത് നോക്കാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ബീച്ച് സൈഡ് പോയി. ഇങ്ങനെ റോസി ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ പിന്നെ ഒരാൾ വന്നു. ഇത് വി മാതിരി ഉണ്ടല്ലോ. വി അല്ല, ഇത് വി ആണല്ലോ. റോസി കീർത്തി പറഞ്ഞു. കീർത്തി പറഞ്ഞു സംസാരിക്കാൻ തുടങ്ങി. എടി അവിടെ നോക്കടി. എന്താടി? അതായിട്ട് അർജുനോട് പറഞ്ഞു. അർജുൻ ഷോക്കായി. വി ആണോ? അർജുൻ അതിനകത്ത് നോക്കുക. അത് ജിമ്മിനല്ലേ? എന്താടാ അർജുൻ? ജിമ്മിൻ നോക്കണ്ട. ഇവർ 3 പേര് ശരിയില്ലല്ലോ. അങ്ങനെയായിട്ട് അവർ ഇവിടെ പോകാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇത് കണ്ട് ശരിയാവാൻ ഹീറോയിൻ ഫ്രണ്ട് അർജുൻ പറഞ്ഞു തുടങ്ങി. നീ ഇങ്ങനെ ഷോർട്ട് ഡ്രസ്സ് യൂസ് അതല്ലടാ ഞാൻ പാർക്കത് ഇത് ഹീറോയിൻ പറഞ്ഞു. അത് സമാധാനമാക്കി. അങ്ങനെ